കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് കടന്നു ചെന്നാൽ മാല കെട്ടുന്ന ഒരു 80-കാരനായ പ്രൊഫസറെ കാണാം. ക്ഷേത്രത്തിലെ വടക്കേനട കയറി ചെല്ലുമ്പോൾ മാല വഴിപാട് എന്ന ബോർഡ് തൂക്കിയ ഇടനാഴിയുടെ അങ്ങേയറ്റത്ത് മുരുകസ്തുതികളോടെ മാല കെട്ടുന്ന പ്രൊഫസർ കേശവ പിഷാരടി. വിശ്രമ ജീവിതത്തിലും വെറുതെ ഇരിക്കാതെ ഭഗവത് ഉപാസനയുടെ മാല കെട്ടുകയാണ് ഗുരുശ്രേഷ്ഠൻ. കിടങ്ങൂരിൽ വാഴുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്കും മഹാവിഷ്ണുവിനും അയ്യപ്പനും കൂത്തമ്പലത്തിൽ അമ്മയ്ക്കും കൃഷ്ണഭഗവാനുമൊക്കെ നിത്യം ചാർത്തുന്ന മാലകൾ പിഷാരടി സാർ കോർത്തു കെട്ടുന്നവയാണ്. കാലടി വളയം ചിരങ്ങര ശ്രീ ശങ്കര വിദ്യാപീഠത്തിൽ നിന്ന് ഇംഗ്ലീഷ് വിഭാഗ മേധാവിയായി റിട്ടയർ ചെയ്ത അധ്യാപകനാണ് ഇദ്ദേഹം എന്നറിയുന്നത് ചിരപരിചിതർക്ക് മാത്രം. മറ്റു ഭക്തരെല്ലാം കാണുന്നത് മാലകെട്ടുകാരനായി മാത്രമാണ്. 28 കൊല്ലമായിട്ട് കോളേജ് സ്റ്റാഫായിരുന്നു. കോളേജിൽ ഒരുപാട് ശ്രീശങ്കര വിദ്യാഭ്യാസം കോളേജിൽ. അത് കഴിഞ്ഞ് ഈ ക്ഷേത്രത്തിലെ കുടുംബപരമാണ്, കുടുംബപരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ആയതുകൊണ്ട് ഈ ജോലിയിലേക്ക് കടന്നു വരികയത് 2002. ഇന്നിപ്പോൾ ഇത്രയും കൊല്ലമായി ഇവിടെ സ്ഥിരമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. തടസ്സങ്ങളൊന്നും കൂടാതെ മുന്നോട്ട് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇദ്ദേഹത്തിൻ്റെ അടുക്കി ഇരിക്കുന്നുണ്ടായിരിക്കാം, സുബ്രഹ്മണ്യസ്വാമിയുടെ അടുക്കി ഇരിക്കുന്നുണ്ടായിരിക്കാം, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, സുഖമായിട്ട് കഴിഞ്ഞു കൊള്ളുന്നു. പിന്നെ വേറെ കൂടുതലായിട്ട് ഇതിലെന്തോ സമർപ്പണമായിട്ടാണ്. കാരണം ഇവിടുന്ന് വലിയ സാമ്പത്തികമായിട്ടൊന്നും കിട്ടാറില്ല. ആ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൂ പറിക്കാൻ പോകണം, പൂവിടുന്ന് മാല കെട്ടണം, 5-6 മാല രാവിലെ കൊടുക്കണം, ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ കൊടുക്കണം. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്യാനുള്ള ആരോഗ്യം ദൈവം തരുന്നതുകൊണ്ട് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിത്യം പുലർച്ചെ 5-ന് കുളിച്ച് പൂക്കുടയുമായി അമ്പലത്തിന് ചുറ്റുമുള്ള വീടുകളിൽ കയറിയിറങ്ങി പൂക്കൾ ശേഖരിക്കുന്ന പിഷാരടി സാർ 6 മണിയോടെ ക്ഷേത്രത്തിലെത്തി 5 മാലകൾ കെട്ടും. അഭിഷേകം കഴിഞ്ഞാലുടൻ ഭഗവാന്മാർക്ക് അണിയാൻ 5 സുഗന്ധമാലകൾ വേണം. ചെത്തി, തുളസി, നന്ദ്യാർവട്ടം, കൂവളത്തില, ചെമ്പരത്തിപ്പൂവ് എന്നിവ കൊണ്ടാണിത്. കൂട്ടിന് നാമജപത്തിന്റെ അകമ്പടി മാത്രം. 80ന്റെ അവശതകളൊന്നും വകവയ്ക്കാതെയാണ് പിഷാരടി സാറിന്റെ ഈ സമർപ്പിത ജീവിതം. അടുത്ത കാലത്തായി ഒരു ബന്ധു സഹായിയായുണ്ട്. ചെത്തി, തുളസി, നന്ദ്യാർവട്ടം, അതുപോലെ താമരപ്പൂവ്, ഇങ്ങനെയുള്ള പൂക്കളാണ് ഉപയോഗിക്കുന്നത് കൂടുതലായിട്ട്. പിന്നെ കൂവളത്തിൽ ഉപയോഗിക്കാം, സുബ്രഹ്മണ്യസ്വാമി ആയതുകൊണ്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. വേറെ പ്രത്യേകമായിട്ട് മറ്റേ മുല്ലപ്പൂവ്, അങ്ങനെയുള്ള പൂക്കൾ. അള്ളിപ്പൂ ഉപയോഗിക്കാറില്ല, അള്ളിപ്പൂ ഇവിടെ കയറ്റാറില്ല, വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് പൂക്കളെ സംബന്ധിച്ച്. പ്രൊഫസർ എൻ.എ. കേശവ പിഷാരടി എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയണമെന്നില്ല. നീണ്ട 40 വർഷത്തോളം വിവിധ കോളേജുകളിൽ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നെങ്കിലും കേശവ പിഷാരടി സാർ രാജൻ അമ്പാലയം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ ഒരു വെളിപ്പാടകലെ പടിഞ്ഞാറെ പിഷാരം വീട്ടിലാണ് താമസം. സാഹിത്യരചനയിലും സജീവമാണ്. ആനുകാലികങ്ങളിൽ 40ഓളം നോവലുകളും 100 കണക്കിന് ചെറുകഥകളുമായി രാജൻ അമ്പാലയം സാഹിത്യ ആസ്വാദകർക്ക് മുന്നിൽ തിളങ്ങി നിൽക്കുകയാണ്. എൻ്റെ പേര് കേശവ പിഷാരടിയാണെങ്കിലും രാജൻ അമ്പാലയം എന്നുള്ള പേരിലാണ് കഥകൾ പബ്ലിഷ് ചെയ്യുന്നത്. ആനുകാലികങ്ങളിലെല്ലാം എഴുതിയിട്ടുണ്ട്. അത് വേണ്ട പ്രോത്സാഹനം കിട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഏറ്റവും ഒടുവിലിറങ്ങിയ ഉറയുന്ന സർപ്പങ്ങൾ എന്ന കഥ അടുത്തിടെ പ്രകാശനം ചെയ്തു. കഴിയുന്നത്ര നാൾ ഭഗവാനെ ഉപാസിച്ച് ഈ മാലകെട്ടുമായി ഈ ക്ഷേത്രസന്നിധിയിൽ കഴിയുക, ഒപ്പം എഴുത്തും വായനയും മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് കേശവ പിഷാരടിയുടെ ആഗ്രഹവും പ്രാർത്ഥനയും. ഞാൻ കോളേജായിരുന്നു. ഇംഗ്ലീഷാണ് എൻ്റെ വിഷയം. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടെങ്കിലും മലയാളത്തിലാണ് എൻ്റെ കഥകളെല്ലാം ഞാൻ പബ്ലിഷ് ചെയ്തത്. 3-4 പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തു. ആനുകാലികളെല്ലാം എഴുതിക്കൊണ്ടിരിക്കുന്നു. മുഴുവൻ മലയാളത്തിലാണ്. നാടകങ്ങളായിട്ടും നോവലായിട്ടും ചെറുകഥയായിട്ടും ഞാൻ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് ഏതോ ദൈവാധീനം എന്ന് പറഞ്ഞാൽ മതി. ഇതെല്ലാം ചെയ്യാൻ സൗകര്യവും സമയവും സന്ദർഭവും എല്ലാം ഒത്തിണങ്ങുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയാനുള്ളത്. കാരണം കോളേജിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചു, എന്തുകൊണ്ട് ഇംഗ്ലീഷ് എഴുതിയില്ല എന്നാലും ചോദിക്കാറുണ്ട്. എനിക്ക് ഇംഗ്ലീഷുമായിട്ട് ഞാൻ എൻ്റെ മാതൃഭാഷ മലയാളം, അത് വെച്ചാണ് ഞാൻ മലയാളം എഴുതിക്കൊണ്ടിരിക്കുന്നത്. മാവേലിക്കര കണ്ടിയൂർ നൂലേലിൽ പിഷാരത്ത് ജി അച്യുത പിഷാരടിയുടെയും കൊച്ചുമഠത്തിൽ ദേവകി പിഷാരസ്യാരുടെയും മകനായി 1942 ജനനം. ഉജ്ജയിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയിലും സാഹിത്യത്തിലും ബിരുദാനന്തര ബിരുദങ്ങൾ നേടിയിട്ടുണ്ട്. 1997 കാലടി ശ്രീ ശങ്കര വിദ്യാപീഠത്തിൽ നിന്നാണ് വിരമിച്ചത്.